2024 തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾ കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ വർഷം നമുക്ക് തെരഞ്ഞെടുപ്പുകളില്ല. അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിൻ്റെ അടുത്ത വർഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ 3 ഉപതെരഞ്ഞെടുപ്പുകൾ വയനാടും ചേലക്കരയും പാലക്കാടും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയാണ് എന്നതുമാണ് വേറൊരു യാഥാർത്ഥ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി രാജിവെച്ച് റായ്ബറേലി നിലനിർത്തിയതിൻ്റെ ഒഴിവിൽ വന്ന ബൈ ഇലക്ഷൻ, ചേലക്കരയിൽ ഉണ്ടായത് ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണൻ നിയമസഭാംഗത്വം രാജിവെച്ച ഒഴിവ്, വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച ഷാഫി പറമ്പിൽ നിയമസഭാംഗത്വം രാജിവെച്ച ഒഴിവ് പാലക്കാട്. അതിൻ്റെ തുടർച്ചയാണ് സ്വാഭാവികമായും ഈ ബൈ ഇലക്ഷൻ. എന്തൊക്കെയാണ് ഈ ബൈ ഇലക്ഷൻ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. അതിൽ തന്നെ ചേലക്കരയും പാലക്കാടുമാണ് കൂടുതൽ പ്രധാനം. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ജയത്തെക്കുറിച്ച് പൊതുവെ ആർക്കും സംശയമുണ്ടാവില്ല. പക്ഷേ അവരുടെ ഭൂരിപക്ഷം 2019 2024 രാഹുൽ ഗാന്ധിക്ക് ജയിച്ചതിനേക്കാൾ കാര്യമായി കുറയുമെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ ഇടിവാണ് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് എത്ര ഭൂരിപക്ഷം കുറയുന്നു എന്നതും LDFൻ്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി കഴിഞ്ഞ തവണ മത്സരിച്ച 2024 ഏപ്രിലിൽ മത്സരിച്ച ആൻ രാജയേക്കാൾ എത്ര വോട്ട് കൂടുതൽ അല്ലെങ്കിൽ കുറയുന്നു എന്നതും, കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രനേക്കാൾ എത്ര വോട്ട് നവ്യ ഹരിദാസിൽ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നതുമൊക്കെ അതാത് പാർട്ടികൾക്കും മുന്നണികൾക്കും കേരള രാഷ്ട്രീയത്തിനും പ്രധാനമാണ്. അപ്പോഴും ഏറ്റവും പ്രധാനം ഫലങ്ങൾ പ്രവചനാതീതമായിരിക്കുന്നത് ചേലക്കരയും പാലക്കാടുമാണ്. ഈ 2 മണ്ഡലങ്ങൾ അതിപ്രധാനമായ ഫലങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ നടത്തുന്ന വിലയിരുത്തലിന് ആ അർത്ഥത്തിൽ കൂടുതൽ പ്രാധാന്യവുമുണ്ട്. കഴിഞ്ഞ 1 മാസമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ കൺക്ലൂഷനും എടുക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ 23-ാം തീയതി ഫലപ്രഖ്യാപനമാണ്. ആദ്യം നമുക്ക് ചേലക്കരയെക്കുറിച്ച് പരിശോധിക്കാം. 1991 പൊതുതെരഞ്ഞെടുപ്പിൽ 1991 പൊതുതെരഞ്ഞെടുപ്പ് MB താമി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. ചേലക്കരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ആയി. അതിനുശേഷം ഇങ്ങോട്ട് 96 മുതൽ ഇങ്ങോട്ട് അവിടെ LDF അല്ലാതെ ജയിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സ്വാഭാവികമായ മേൽക്കൈ അവിടെ LDFന് CPMന് ഉണ്ടാവേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് രമ്യ ഹരിദാസിനെതിരെ UR പ്രദീപിനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി LDFനും CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രൂഷ്യലാണ്, അതിനിർണായകമാണ്. എന്തുകൊണ്ടാണ്? LDF ആണ് ഭരിക്കുന്നത് കേരളം, തുടർഭരണമാണ്. ഇനി 1.5 വർഷത്തിൽ കുറച്ച് മാസങ്ങൾ, 2 വർഷത്തിൽ താഴെയുള്ളൂ. ഈ അവസരത്തിൽ സിറ്റിംഗ് സീറ്റ് ചേലക്കര എന്ന് പറയുന്ന വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി LDFൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്നത് LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമായി വരും. അത് LDFന് പുറത്തു നിൽക്കുന്ന ആളുകൾ മാത്രമായിരിക്കില്ല അങ്ങനെ പറയുക. LDFന് പുറത്തു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ UDFും BJPയും സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ആക്രമണമായി മാറ്റും. സർക്കാർ രാജിവെക്കേണ്ടി വരുന്ന ഇലക്ഷനാണെന്ന് പോലും അവർ പറഞ്ഞേക്കാം. രാഷ്ട്രീയമായി അതിനുള്ള സ്വാഭാവിക അവകാശം പ്രതിപക്ഷത്തിനുണ്ട് താനും. പക്ഷേ LDFനുള്ളിൽ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാക്കാൻ പോകുന്ന പരാജയമായി ചേലക്കരയിൽ തോറ്റാലത് മാറും. അതിനെക്കുറിച്ച് LDFനും CPMനും കൃത്യമായ ധാരണ ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്ത മണ്ഡലങ്ങളിലൊന്നായി ചേലക്കര മാറിയത്. പാലക്കാട് രാഷ്ട്രീയമായി അതിപ്രധാനമായിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ
ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയത് പാലക്കാട്ടല്ല, ചേലക്കരയിലാണ്. ആലത്തൂരിൽ നിന്ന് MP ആയ മുൻ ചേലക്കര MLA, മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നിർവഹിച്ചു. പ്രമുഖ CPM നേതാക്കളായ TM തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ, ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ, അങ്ങനെ വലിയ നിര CPM-ൻ്റെയും LDF-ൻ്റെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ വലിയ നിര ചേലക്കരയിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യുകയോ പോയി വരികയോ ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട പ്രചരണ പരിപാടികളുടെ സ്റ്റാർ ക്യാമ്പയിനർമാരായി മാറി. അത് ചേലക്കര എങ്ങനെയും ഇത്തവണ ജയം നിലനിർത്തുക, ചേലക്കര സീറ്റ് നിലനിർത്തുക എന്ന രാഷ്ട്രീയമായി CPM-ൻ്റെയും LDF-ൻ്റെയും പ്രാധാന്യത്തിൻ്റെ ഗൗരവത്തിൻ്റെ മാറ്റ് ആണ് വ്യക്തമാക്കുന്നത്. അഥവാ എങ്ങാനും അവിടെ തോറ്റുപോയി കഴിഞ്ഞാലുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജ്യ ആവശ്യം പുറമേക്ക് പ്രതിപക്ഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനപ്പുറത്ത് 2026 നമ്മൾ ആദ്യം പറഞ്ഞ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെയും CPM-ൻ്റെയും സാധ്യതകൾ കേൾക്കുന്ന ആദ്യത്തെ പ്രഹരമായി അത് മാറിക്കൂടായികയില്ല. സ്വാഭാവികമായും ദുർബലമായ പ്രതിപക്ഷവും ശക്തമായ ഭരണപക്ഷവുമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. രാഷ്ട്രീയമായ ആക്രമണങ്ങൾ നേരിടുമ്പോഴും, സർക്കാരിനെതിരായ രാഷ്ട്രീയ ആക്രമണങ്ങളും ഭരണപരമായ ആക്രമണങ്ങളും നേരിടുമ്പോഴും, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തലും പണം തരാതെ വയനാട് പ്രളയത്തിന്, വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിന്, വയനാട്ടിലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഒരു പൈസ തരാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഈ ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും CPM-ഉം LDF-ഉം LDF-ൻ്റെ സർക്കാരും ഒരു സ്ട്രോങ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഈ തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ, ചേലക്കര തോറ്റു കഴിഞ്ഞാൽ അതൊന്നിളകും. നിസ്സാരമായിരിക്കില്ല ആ ഇളക്കം. പക്ഷെ ജയിച്ചാലോ, സിറ്റിംഗ് സീറ്റ് ജയിച്ചു എന്നതിനപ്പുറത്ത് അതിന് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം LDF സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള അവകാശവാദത്തിന് CPM-നും LDF-നും കരുത്തു നൽകുന്ന ഫലമായി മാറും, വിജയമായി മാറും. അവിടെ കോൺഗ്രസ്സിന് അതുകൂടെ പറയണമല്ലോ, ജയിച്ചാൽ 1991 ശേഷമുള്ള ജയമാണ്. അവർക്ക് വലിയ രാഷ്ട്രീയ അവകാശവാദമായ വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിനായി അത് മാറ്റാൻ, LDF സർക്കാരിനെതിരെ മാറ്റാൻ അത് കാരണമായി മാറും. മാത്രമല്ല, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന അവരുടെ സമീപകാലത്ത്, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഉയർന്നു വന്ന വനിതാ നേതാവ് കൂടുതൽ ശക്തയായി മാറും. സ്വാഭാവികമായും 2026 ഇലക്ഷനിലും അവരായിരിക്കും മത്സരിക്കുക. ആ ഇലക്ഷനിൽ അവർ ജയിച്ചാൽ പിന്നീട് വരുന്ന UDF സർക്കാരാണെങ്കിൽ അത്തരം സാധ്യതകൾ ഒരു രാഷ്ട്രീയ അവലോകനത്തിൽ പറയണമല്ലോ. അവരെ മന്ത്രിയാക്കേണ്ടി വരും. അവർ മന്ത്രിയാകാൻ യോഗ്യയാണ് എന്നുള്ള വാദങ്ങൾ കോൺഗ്രസിന് UDF-ൽ ഉയരും. അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ തുടർ ചലനങ്ങൾക്ക് ആ വിജയം കാരണമാകാം. എന്തുകൊണ്ടും ചേലക്കര ക്രൂഷ്യലാണ്, പ്രത്യേകിച്ചും LDF-ന്. ഒരു സിറ്റിംഗ് സീറ്റിൻ്റെ അനായാസമായ തെരഞ്ഞെടുപ്പ് നേരിടലല്ല ചേലക്കരയിൽ LDF നടത്തിയത്, CPM നടത്തിയത്. മറിച്ച് സിറ്റിംഗ് സീറ്റ് കൈവിട്ട് പോകാതിരിക്കാനുള്ള 100% കമ്പോട് കമ്പ് സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് LDF-ഉം CPM-ഉം നടത്തിയത്. അതിൻ്റെ ഫലം മറ്റന്നാൾ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ LDF-നുണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാന ആകാംക്ഷ. ആ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് വരും മണിക്കൂറുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കാം. നന്ദി, നമസ്കാരം.